നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3 മഹിളാരത്നങ്ങളും 17 പുരുഷ കേസരികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള പേക്കൂത്ത് ഇന്ന് അവസാനിക്കുകയാണ്. ചരിത്രം കുറിച്ച യാത്ര എന്നാണൊക്കെ ഭരണക്കാർ അവകാശപ്പെടുന്നത്. അത് ശരിയാണ്. കാരണം സെക്രട്ടേറിയറ്റ് എല്ലാം പൂട്ടിയിട്ടിട്ട് മാറി നിന്നിട്ടുള്ള മറ്റൊരു സംഭവമില്ല. അതുതന്നെ ഒരു ചരിത്രമാണല്ലോ. ഒരു മാസം സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ടാലും ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ പറഞ്ഞ കാര്യം ഓർത്തു പോവുകയാണ്. അത് ശരിയാണ്. അതിലേറെക്കാലമായി മന്ത്രിമാരുടെ തരി പോലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല. മന്ത്രിമാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇല്ലാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്. ഏതാണ്ട് 10-15 കണക്കിന് പരാതികളാണ് എല്ലാ ജില്ലകളിൽ നിന്നും സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ 2% പോലും തീരുമാനമായിട്ടില്ലത്രേ. തീർപ്പ് കൽപ്പിക്കാൻ വകുപ്പുകളിലേക്ക് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വകുപ്പും വകതിരിവില്ലാതെയാണത്രേ സെക്രട്ടേറിയറ്റിൽ നേരിട്ട് നൽകുന്ന പരാതിയുടെ അതേ അവസ്ഥ തന്നെയാണ്. പിന്നെ എന്തിനാണാവോ ബെൻസ് വണ്ടി ചമച്ചൊരുക്കി 150 കാറുകളും ജീപ്പുകളും 1000-ലധികം പോലീസുകാരെയും അണിനിരത്തിയ ഒരു യാത്ര തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ചവിട്ട് നാടകങ്ങളും കയ്യാങ്കളിയും വീരവാദവും വിശദീകരണവും എല്ലാമായി നടനകീർത്തനം ആലപിക്കുന്നതും കേട്ടു. ഒരേ മുന്നണിയിലെ കൂട്ടാളികളാണ് ഭരണപക്ഷവും മുഖ്യ പ്രതിപക്ഷവും. ഇരു കൂട്ടരും വിളിച്ചു പോകുന്ന മുദ്രാവാക്യവും മുഷ്ടി ചുരുട്ടലും കണ്ടാൽ ആരും ചോദിച്ചു പോകും, ഇതാരെ പറ്റിക്കാനെന്ന്. ഡൽഹിയിൽ യെച്ചൂരിയും രാഹുലും ഒരുമിച്ചിരുന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ തന്നെയാണ് സീതാറാം യെച്ചൂരി കഴിയുന്നത്. സോണിയാഗാന്ധി അമ്മച്ചി പറയുന്നതനുസരിച്ചാണ് യെച്ചൂരി കേരളത്തിലെ കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും. എന്നാൽ ഇവിടെയോ പ്രതിപക്ഷ നേതാവ് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നുമാണ് നമ്മുടെ DYFIയുടെ ആഗോള പ്രസിഡന്റ് വസീഫ് പറയുന്നത്. കേരളത്തിൽ ഈ സോദരർ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അങ്ങ് ഡൽഹിയിലെ ദർബാറാണ് ബഹുകേമം. പാർലമെൻറ്റിൽ പുകയാക്രമണം നടന്നപ്പോൾ MP-മാർ ഓടി രക്ഷപ്പെട്ടെന്നും രാജ്യസ്നേഹികൾ എന്ന് പറയുന്നവരുടെ കണ്ണിൽ ഭയമെന്നുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ വീമ്പ് പറഞ്ഞത്. യഥാർത്ഥ രാജ്യസ്നേഹിയായ രാഹുലിൻ്റെ പൊടി പോലും അന്ന് പാർലമെൻറ്റിൽ കണ്ടില്ല. പുകയന്ത്രവും കൊടുത്തുവിട്ട് പ്രതികരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നോ എന്ന സംശയമാണ് ഉണ്ടാക്കിയത്. പുറത്താക്കപ്പെട്ട MP-മാരുടെ ധാരണാ സമരത്തിൽ പ്രസംഗിക്കവേ രാഹുൽ പറഞ്ഞു, തൊഴിലില്ലായ്മയെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് യുവാക്കൾ പാർലമെൻറ്റിൽ കടന്നു കയറി പ്രതിഷേധിച്ചത്. സുരക്ഷ ഭേദിക്കപ്പെട്ടിരിക്കാം, എന്നാൽ യുവാക്കൾ ഉയർത്തിയത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് വെച്ചാൽ അക്രമികളുടെ നടപടിയോടെ രാഹുലിന് നല്ല പിന്തുണ. ധാരണയിൽ രാഹുലിനൊപ്പം സീതാറാം യെച്ചൂരിയും ഖാർഗെയുമുണ്ട്. ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഉപരാഷ്ട്രപതി ജാതിയുടെ പേരിൽ പറയരുതെന്നും അങ്ങനെയെങ്കിൽ ഞാൻ ദളിതനായതുകൊണ്ട് എന്നെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കിയതെന്നും പറയേണ്ടി വരുമെന്ന ഖാർഗെയുടെ പ്രസ്താവന കേട്ടപ്പോൾ തോന്നുകയാണ്, പശുവും ചത്തു മോരിൻ്റെ പുളിയും തീർന്നു എന്ന പോലെ പാർലമെൻറ്റും പിരിഞ്ഞ് അംഗങ്ങളെല്ലാം ഡൽഹി വിടുകയും ചെയ്തു. എന്നിട്ടും കഴുതക്കാമം പോലെ കരഞ്ഞു തീർക്കുക തന്നെ വേണമല്ലോ.